അച്ഛന്മാരെ അപ്പൊ നമ്മളിന്നുള്ളത് ഈ ഒരു ടൈപ്പ് ചാനൽ സിലിക്കോൺ ടൈപ്പ് ചാനൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ ചെയ്ത വീഡിയോ എന്തെങ്കിലും നമ്മളെ വീഡിയോന്റെ പിന്നിൽ, അതായത് ഈ റീലിന്റെ പിന്നിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പൊ ഓക്കെ അച്ഛന്മാരെ, ഇതിനെ കുറിച്ച് ലേറ്റസ്റ്റ് കാര്യങ്ങൾ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ പിന്നിലായിട്ട് കുറെ റീൽസ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പരമാവധി എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇതിനെ കുറിച്ച് അറിയുന്നവർ എന്ത് ചെയ്യുക, ഇത് മെയിൻ ചെയ്യേണ്ട, അറിയാത്തവർ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഉപകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മച്ചാമാരെ, ഈ ചാനലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 ലെയർ ആയിട്ടാണ് നമുക്ക് ചാനൽ വരുന്നത്. ആ ചാനലിൽ തന്നെ ഇതിൽ താഴെ ലൈനിലാണ് നമ്മൾ സ്ട്രിപ്പ് ഇട്ട് ചെയ്യേണ്ടത്. അത് കെട്ടിവരിക്കാനായിട്ട് ഇതിന്റെ കൂടെ എന്തെങ്കിലും 2 റോപ്പ് പോലത്തെ ചെറിയ കുഞ്ഞു നൂലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. സാധാ പ്രൊഫൈലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ ഡീപ്പായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള പ്രശ്നം ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ചെയ്ത A to Z വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പക്ഷെ അതേപോലെ തന്നെ ഇന്ന് ചെയ്തൊരു വീഡിയോ ആണ് ഇതിന്റെ പിന്നിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറഞ്ഞത്. ഇതേപോലൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ബയോട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ചെറിയ കുഞ്ഞു ഡിസൈൻ ഞങ്ങൾ വിചാരിച്ചിനി. അപ്പം ക്ലൈൻറ്റ് എന്താ ചെയ്ത്, കിച്ചണിലല്ലേ 2 ഏരിയയിലും സെയിം ഡിസൈൻ, അത്യാവശ്യം നല്ല വെട്ടം ഈ ഏരിയയിൽ ഫുള്ളായിട്ട് നിറഞ്ഞ് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ ഡിസൈൻ നമ്മൾ വരയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആഡ് ചെയ്യുന്ന ഡിസൈൻ എന്താ വെച്ചാൽ, രണ്ടാമത് നമ്മൾ വീഡിയോ ഇത് ഓണാക്കിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ വേറെ സൈറ്റിൽ തന്നെ നമ്മൾ കാണിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ രണ്ട് സമയത്തായിട്ട് ചെയ്ത് വർക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, കട്ടിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റൗണ്ടാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ. അപ്പോൾ റൗണ്ട് ലൈറ്റിനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാണാൻ ഒരു പ്രീമിയം ലുക്കായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബയോയിലും നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതൊരു ബെഡ്റൂമിൽ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഏരിയക്ക് ടോട്ടലി ഈ ഒരു ലൈറ്റ് മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഏക പ്രശ്നം എന്താ വെച്ചാൽ, നോർമലി ഇതിന് നെഗറ്റീവ് വശം ഉണ്ട്. നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യണം. അതായത് നമ്മൾ 1 ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം സീലിങ്ങിലേക്ക്. ചിലയിടത്ത് നമുക്ക് ആ 1 ഇഞ്ച് എന്ന തേപ്പിൻ്റെ കനം തന്നെ കിട്ടലുണ്ട്. ചിലയിടത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റിലേക്ക് കയറാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് അപ്സ്റ്റെയറിൽ ഞങ്ങൾ ചെയ്യാറില്ല, അത് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കി എടുക്കുക ചെയ്യൽ കേട്ടോ. അപ്പം ഏകദേശം ഇതേപോലെയാണ് ഇത് വെട്ടുന്നത്. പച്ച പകൽ വെളിച്ചത്താണ് കേട്ടോ ഈ ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ.